ഹലോ ഗായ്സ്, അപ്പം ഈ വീഡിയോ എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഇത് അത്യാവശ്യം നല്ല ലേറ്റ് ഒരു വീഡിയോ ആണ്. ഇത് നിങ്ങൾ മുന്നേ കാണേണ്ടൊരു വീഡിയോ ആയിരുന്നു. സത്യം പറഞ്ഞാൽ ഇത് നമ്മൾ ക്രിസ്മസിൻ്റെ അന്ന് വൈകിട്ട് ഫ്രണ്ട്സൊക്കെ ആയിട്ട് ചുമ്മാ പുറത്തോട്ടൊക്കെ പോയായിരുന്നു. അപ്പോൾ എടുത്ത വീഡിയോ. പക്ഷേ ഞാൻ എഡിറ്റ് ചെയ്തിട്ട് അത്യാവശ്യം നല്ല ലേറ്റായി. അത്യാവശ്യം നല്ല രീതിക്ക് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ആദ്യമേ പോയത് ബീച്ചിലേക്കായിരുന്നു. അവിടെ പോയി കുറച്ച് സമയമൊക്കെ സ്പെൻഡ് ചെയ്തു. അപ്പോൾ 2 കൂടി വരാനുണ്ട്. അപ്പോൾ നമ്മൾ രണ്ടുപേരും ഇപ്പോൾ ഉണ്ടായിരുന്നുള്ളൂ. ഇനി വരാനുണ്ട് 2. അപ്പോൾ അതുങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് നമ്മൾ കുറേ നേരം ബീച്ചിലൊക്കെ നിന്നു. ബീച്ചിൽ ക്രിസ്മസ് ആയതുകൊണ്ടായിരിക്കാം അത്യാവശ്യം നല്ല തിരക്കും കാര്യങ്ങളും ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ എന്തൊക്കെയോ പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. പിന്നെ കടലൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര ശാന്തമായിട്ട് കിടക്കുമായിരുന്നു. ഗൈസ്, ഭയങ്കര തിരയോ കാര്യങ്ങളോ അങ്ങനെ ഒന്നുമില്ല, ഭയങ്കര ശാന്തമായിരുന്നു. പിന്നെ കുറേ കടകൾ ഇതേപോലെ മിന്നാമിനിങ് സാധനങ്ങൾ, ലൈറ്റ് കത്തുന്ന സാധനങ്ങൾ, നല്ല വൈബായിരുന്നു അന്ന് രാത്രി അവിടെ സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. രാത്രി സ്പെൻഡ് ചെയ്യുന്നതിൽ എന്തൊക്കെയോ പറയുന്നുണ്ടല്ലേ, എന്തിരിക്കും. പിന്നെ അത് ഈ ഒരു ചേട്ടൻ ഇങ്ങനെ പമ്പരം പോലത്തെ ഒരു സാധനമൊക്കെ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുങ്ങൾ അവിടെ വന്നെന്ന് പറഞ്ഞ് വിളിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മളത് അതുങ്ങളെടുത്തോട്ട് പോകുമായിരുന്നു. അങ്ങനെ ഇങ്ങനെ നോക്കും, എവിടെ നിന്ന് ഇനി കണ്ടുപിടിക്കും, എവിടെയോ എത്തിയെന്നൊക്കെ പറഞ്ഞായിരുന്നു. അത്യാവശ്യം വരുന്നുണ്ട് 2. നല്ല രീതിക്ക് തന്നെ നമുക്ക് പോസ്റ്റ് വന്നായിരുന്നു. നല്ല ലേറ്റ് ആയായിരുന്നു. എന്നിട്ട് നമ്മൾ നേരെ പോണത് ഇവിടെ ഇപ്പോൾ അത്യാവശ്യം ഫേമസ് ആയ ഒരു സാധനം ഉണ്ടായിരുന്നു, ബട്ടർ ഗുൽക്കണ്ട. അത് നമ്മുടെ കൊല്ലം ബീച്ചിൽ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ വിചാരിച്ചു, എന്നാൽ പിന്നെ ഇവിടം വരെ വന്നേലേ, എന്നാൽ പിന്നെ അതുകൂടെ പോയി കഴിച്ചേക്കാം എന്ന് വിചാരിച്ച് നമ്മൾ നേരെ അങ്ങോട്ട് വിടുകയാണ്. അവിടെ ചെന്നപ്പോഴത്തേക്ക് ആ ചേട്ടൻ നമുക്ക് എന്താ പറയുക, പഴം ആദ്യമേ കട്ട് ചെയ്തിട്ട് പിന്നെ അതിൻ്റെ മണ്ടയിൽ കൂടെ ബട്ടർ ഗ്രേറ്റ് ചെയ്തിരുന്നുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു ഗുൽക്കണ്ടിൻ്റെ മിക്സ്. എനിക്ക് സത്യം പറഞ്ഞാൽ പൊതുവേ ഈ റോസ് ഫ്ലേവർ അത്ര താല്പര്യമില്ല. ഞാൻ വിചാരിച്ച് എനിക്ക് ഇഷ്ടപ്പെടുമോ ഇല്ലയോ എന്ന് എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു. പിന്നെ ഒരു സ്ലൈസ് ഐസ്ക്രീം കൂടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എൻ്റെ മണ്ടിൽ എന്തൊരു സാധനം ഇട്ടത് എന്തോന്ന് എനിക്കറിയാൻ വയ്യ. നമ്മൾ ഒരെണ്ണേ മേടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ഇതിന് എന്തോ 70 റുപ്പീസ് എന്തോ വരുന്നത്. അങ്ങനെ നമ്മൾ അത് ട്രൈ ചെയ്യാമെന്ന് വെച്ച് അങ്ങനെ ട്രൈ ചെയ്യാൻ പോയപ്പോഴത്തേക്ക് ആ ചേട്ടന്മാർ പറഞ്ഞു, ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വേണം കഴിക്കാൻ. അങ്ങനെ അവർ പറഞ്ഞ പോലെ നമ്മൾ നല്ല ഫുള്ളായിട്ട് മിക്സൊക്കെ ചെയ്തിട്ട് നമ്മൾ നല്ല ടേസ്റ്റ് ചെയ്യാൻ പോയായിരുന്നു. അങ്ങനെ ഓരോരുത്തരും ടേസ്റ്റ് ചെയ്യാനായിട്ട് നോക്കി. പക്ഷേ ഭയങ്കര പറയുന്നതിൻ്റെ അത്ര ഹൈപ്പുള്ളതായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല. നമ്മൾ സാധാരണ പഴവും ഐസ്ക്രീമും ഒക്കെ കൂട്ടി കഴിക്കത്തില്ല. അതിനോട് ചെറിയൊരു ഫ്ലേവർ അത്രേ ഉണ്ടായിരുന്നുള്ളൂ. കുഴപ്പമില്ല, പക്ഷേ ഇഷ്ടപ്പെട്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്കും ഒരു ഷോപ്പ് കണ്ടു, ഇതേപോലെ കുറച്ച് കൊലുസുകളും കാര്യങ്ങളൊക്കെ ഇരിക്കണം. അങ്ങനെ ചുമ്മാ അതൊക്കെ നോക്കി അവിടെ നിന്നു. എന്നിട്ട് നമ്മൾ നേരെ പോയത് ആശ്രമത്തേക്കായിരുന്നു. അവിടെ അത്യാവശ്യം ഫെസ്റ്റ് കണ്ടൊക്കെ നടക്കുന്നുണ്ട് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അവിടെ വന്നു. അവിടെ 2 ഉണ്ടായിരുന്നു. ഒന്നൊക്കെ എന്തോ ക്രിസ്മസ് കാർണിവൽ എന്ന് പറഞ്ഞൊരു സംഭവം. പിന്നെ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ടൈറ്റാനിക്കിൻ്റെ ഒരു സംഭവം ഉണ്ടായിരുന്നു. ഇതിനകത്ത് കുറേ ഷോപ്പുകൾ, എക്സിബിഷൻ ഇല്ല, അതേപോലത്തെ ഒരു സംഭവമായിരുന്നു. അപ്പം നമ്മളിങ്ങനെ ആലോചിക്കുക, ഏതിൽ കയറണോ വേണ്ടയോ എന്നിങ്ങനെ ആലോചിക്കുകയായിരുന്നു. സംഭവം 2ൻ്റെ എൻട്രി ഫീസ് 100 റുപ്പീസ് എന്ന് പറഞ്ഞു. അപ്പം നമ്മളിങ്ങനെ വിചാരിച്ചു, വെറുതെ അതിനകത്ത് 100 റുപ്പീസ് കൊടുത്ത് കയറിയിട്ട് എന്ത് ചെയ്യാനാ, പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, നമ്മളിൽ എക്സിബിഷന് പോകുന്ന സംഭവം തന്നെ. അപ്പോൾ വിചാരിച്ചു അങ്ങനെയാണെങ്കിൽ നമ്മൾ 4 പേരുണ്ട്, 400 രൂപ ലാഭിച്ചിട്ട് പോയി വല്ലതും തിന്നാലോ എന്ന് വിചാരിച്ചു. അപ്പം നമ്മൾ അവിടുന്ന് പ്ലാൻ ഡ്രോപ്പ് ചെയ്ത് ഇറങ്ങിയപ്പോഴത്തേക്ക് ഇതുപോലെ ഇല്ല കടല, എന്താ പറയുക, കടലയ്ക്കകത്ത് മറ്റ് സാധനങ്ങളൊക്കെ ഇട്ടിട്ടുള്ള സംഭവം. അത് കണ്ടു കഴിഞ്ഞാൽ പിന്നെ അതിനെ വെറുതെ വിടത്തില്ല, അതെന്തായാലും നമ്മൾ മേടിക്കും. അങ്ങനെ അത് മേടിച്ച് നമ്മൾ കഴിച്ചു. എന്നിട്ട് നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയത് കോളേജ് ജംഗ്ഷനിലുള്ള ഗ്രാഫിറ്റിയിലായിരുന്നു നമ്മൾ മിക്കപ്പോഴും പോകുന്നത്. അപ്പോൾ ഇവനെന്ന് പറഞ്ഞാൽ നമ്മുടെ 10th ഒരുമിച്ച് പഠിച്ചായിരുന്നു. അങ്ങനെ അവനെയും കിട്ടി. അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് കയറി. സത്യം പറഞ്ഞാൽ ഈ ഒരു സ്പോട്ട് നമുക്ക് ഭയങ്കര ഇഷ്ടം. നമ്മളെപ്പോഴും പോകുന്നൊരു സ്പോട്ട് തന്നെ. കാരണം അത്യാവശ്യം ഫ്രണ്ട്സൊക്കെ ആയിട്ട് വന്ന് ഹാങ് ഔട്ട് ചെയ്ത് ഒരു നൈസ് ആംബിയൻസും കാര്യങ്ങളൊക്കെ. ഇപ്പോൾ അത് എന്തോ റെനോവേറ്റ് ഒക്കെ ചെയ്ത് പിന്നെ അത്യാവശ്യം വെറൈറ്റി ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ട്, അഫോർഡബിൾ ആണ്. അതുകൊണ്ട് നമ്മൾ ഇവിടെ തന്നെ വന്നത്. ഇത് അത്യാവശ്യം ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു, ഒരു 9 മണി 9:50 ആയിട്ടുണ്ട് ഈ സമയം. പിന്നെ ഫുഡ് ഓർഡർ ചെയ്തിട്ട് പിന്നെ ലാഗായിരുന്നു. അങ്ങനെ നമ്മൾ പിന്നെ ഫുഡ് ഓർഡർ ചെയ്തതിന് ശേഷം കഴിക്കുന്ന വീഡിയോസൊന്നും എടുത്തിട്ടില്ല ഗൈസ്, കാരണം അത്യാവശ്യം ലേറ്റായി, ഫോണും ഒക്കെ ഡെഡായിരുന്നു. അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്ത മാംഗോ പോപ്പിംഗ് ബോബ, പിന്നെ ഇത് ഇവരുടെ പുതിയ ആഡ് ഓൺ മെക്സിക്കൻ ബൗ എന്ന് പറഞ്ഞാൽ അടിപൊളി സാധനമായിരുന്നു. പിന്നെ ന്യൂഡിൽസ്, പിന്നെ എന്താ പറയുക ക്ലബ് സാൻഡ്വിച്ച്, പിന്നെ അതുപോലെ തന്നെ ലോട്ടസ് ബിസ്ക്കറ്റിൻ്റെ ഷേക്ക് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയായിരുന്നു. പിന്നെ നമ്മൾ എടുത്ത കുറച്ച് ഫോട്ടോസൊക്കെ ഇവിടെ ആഡ് ചെയ്യുന്നുണ്ട്. ബാക്കി വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു. ബൈ ഗൈസ്.